ലോകോത്തര ബ്രാൻഡുകളുടെ ശേഖരവുമായി ദൃശ്യ മാർബിളിന്റെ പുതിയ ഷോറൂം വടക്കഞ്ചേരിയിൽ ഉദ്ഘാടനം ചെയ്തു. നടിമാരായ മിയ ജോർജ്, അനുശ്രീ നായർ, അൻസിബ എന്നിവർ ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. And now let me welcome Anushree. എല്ലാവിധ ആശംസകളും മാനേജ്മെന്റിന് നേരുകയാണ്. ദൃശ്യ മാർബിൾസ് ഒത്തിരി ബ്രാൻഡുകളോടുകൂടി ഇനിയും ഉയരത്തിലെത്തട്ടെ, ഒരുപാട് വളരട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സർവീസ് നിങ്ങളുടെ ഇഷ്ടത്തിന് ദൃശ്യ മാർബിൾസിന് പ്രൊവൈഡ് ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏറ്റവും പെട്ടെന്ന് തന്നെ പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാനും കഴിയട്ടെ. ഞങ്ങൾക്ക് 3 പേർക്കും തന്നെ വീണ്ടും അവിടേക്ക് വരാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ദൃശ്യ മാർബിൾസിനോട് നന്ദി പറയാണ്. ഞങ്ങൾ 3 പേരെ ഒരുമിച്ച് ഇവിടെ കൊണ്ടുവന്നത് ഒരുപാട് നന്ദി. നാട്ടുകാരായ നിങ്ങളുടെ എല്ലാവരുടെ ഒരുപാട് സ്നേഹമുണ്ട് ഞങ്ങൾക്ക്. കാരണം നിങ്ങളെല്ലാവരും ഇവിടെ ഗ്യാദർ ചെയ്ത് നിൽക്കുന്നത് നിങ്ങൾക്കുള്ള ഒരു സ്നേഹം കൊണ്ട് കൂടെയാണ് എന്ന് പറയുന്നത്. വൈവിധ്യമാർന്ന ബ്രാൻഡ് ടൈലുകളുടെ അതിവിപുലമായ ശേഖരം ഒരുക്കിയിട്ടുണ്ട്. വടക്കഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് അധ്യക്ഷയായി. MD ബാബു പീറ്റർ, പഞ്ചായത്ത് അംഗം ശ്രീനാഥ് വെട്ടത്ത, ഓൾ കേരള ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ ഡീലേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് മുനവർ പുനത്തിൽ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി വടക്കഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് KM ജലീൽ, BNI എക്സിക്യൂട്ടീവ് ഡയറക്ടർ അബ്ദുൾ സലാം, ലെൻസ്ബഡ് PRO M മനോജ്, ജിമ്മി ജോസ്, GB ബിനു, KG തുഷാർ, ജാഗോർ, രൂപേഷ് B, കോശി, ജോൺസൺ മാത്യു, സണ്ണി, ജസീർ മുഹമ്മദ്, BK സുനീർ, ജോസ് എബ്രഹാം, ജനറൽ മാനേജർ അരുൺ വേണുഗോപാൽ, N ജഗദീഷ് എന്നിവർ പ്രസംഗിച്ചു. ദൃശ്യ മാർബിൾ തുടങ്ങിയപ്പോൾ ആദ്യ സെയിൽ നൽകിയ ഫാദർ പീറ്റർ കുരുതുകുളങ്ങരയെയും ദൃശ്യയ്ക്ക് ആദ്യ അക്കൗണ്ട് നൽകിയ SBT മാനേജർ അഗസ്റ്റിനെയും വിനോദ് വിശ്വത്തെയും ആദരിച്ചു. ദൃശ്യ മാർബിളിന് ചിറ്റൂരിലും ഷോപ്പുണ്ട്. ടൈൽസ്, സാനിറ്ററി സപ്ലൈയിങ്, ഇലക്ട്രിക്കൽസ്, റൂബിംഗ് ഷീറ്റ് തുടങ്ങിയവയുടെ വിപുലമായ കളക്ഷൻ ഒരുക്കിയിട്ടുള്ളതായും നേരിട്ട് ഫാക്ടറിയിൽ നിന്നും ശേഖരിക്കുന്ന നല്ലയിനം ഗ്രാനൈറ്റ് മിതമായ നിരക്കിൽ നൽകുമെന്നും ബാബു പീറ്റർ, ജനറൽ മാനേജർ അരുൺ വേണുഗോപാൽ എന്നിവർ അറിയിച്ചു. ഈ കാലയളവ് വരെ എന്നെ അകമഴിഞ്ഞ് സ്നേഹിച്ച ഓരോ കസ്റ്റമേഴ്സും, ആയിരക്കണക്കിന് കസ്റ്റമേഴ്സുമായിട്ടുള്ള ഒരു നേരിട്ടുള്ള ബന്ധം ഈ സ്ഥാപനത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഞാൻ എന്താണോ അവിടെ എത്താനുള്ളൊരു കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ചെറിയ കസ്റ്റമർ ആണെങ്കിലും വലിയ കസ്റ്റമർ ആണെങ്കിലും തീർച്ചയായിട്ടും ഒരേ രീതിയിൽ ഞങ്ങൾ തുടങ്ങുമ്പോൾ ഞാനും എൻ്റെ ഒരു ബന്ധു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പടിപടിയായിട്ട് സ്റ്റാഫുകളുടെ എണ്ണം കൂടി. ഓരോ സ്റ്റാഫുകൾ കൂടുമ്പോഴും ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത്, നമ്മളല്ല ഇവിടെ വലുത്. ഓരോ ദിവസം വരുന്ന ഓരോ കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ വില കൽപ്പിക്കേണ്ടതെന്നുള്ള സത്യമാണ് ഞങ്ങൾ എപ്പോഴും അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്.